നിലമേൽ കൗണ്ടിംഗ് സെൻറ്ററിൽ നിന്നാണ് കലിക ടീം റിപ്പോർട്ടുമായി എത്തുന്നത്. ഇവിടെ എണ്ണുന്ന പഞ്ചായത്തുകളിൽ ആദ്യത്തെ 6 പഞ്ചായത്തുകൾ കണക്കാക്കിയാണ് ഓരോ ടേബിളുകൾ കണക്കാക്കുന്നത്. ആദ്യഘട്ടമെന്ന രീതിയിൽ ചിതറ പഞ്ചായത്തിൻ്റെ ലീഡിംഗ് നില വരുമ്പോൾ 1ാം വാർഡിൽ നിന്നും LDF ലീഡ് ചെയ്യുകയും അതുപോലെ തന്നെ 2ാം വാർഡിൽ UDF ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ബൂത്തിന് അകത്തുനിന്നുള്ള ദൃശ്യങ്ങളോ അതുപോലെ വാർത്തകളോ പകർത്തുന്നതിന് നമുക്ക് അലോഡ് ലഭിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകർ അതിന് പുറത്താണുള്ളത്. അതുകൊണ്ട് വിശദാംശങ്ങൾ ലഭിക്കുവാനായിട്ട് അല്പ താമസം നേരിടുന്നുണ്ട്. സമാധാനപരമായ വോട്ടെണ്ണൽ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഫലസൂചനകൾ പൂർണ്ണമായും നമുക്ക് ലഭ്യമാകുന്നത് ഒരു 11 മണിയോടുകൂടി തന്നെ പൂർണ്ണമായും ഫലസൂചനകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ലീഡിംഗ് നിലകൾ നമുക്ക് യഥേഷ്ടം ലഭിക്കുന്നില്ല. ഉടൻ നമുക്ക് വിവരങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനായി കഴിയും. ചടയമംഗലം നിയോജക മണ്ഡലം വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പഞ്ചായത്തുകളുടെ കൗണ്ടിംഗ് സെൻ്ററാണ് നിലമേൽ. പുല്ലുവണ കൊമ്മൽ പഞ്ചായത്തിലെ പുല്ലുവണ വാർഡ് 1ാം വാർഡ് UDF സ്ഥാനാർത്ഥി അബ്ദുൽ സലാം വിജയിച്ചിരിക്കുന്നു. കൊമ്മൽ പഞ്ചായത്തിലെ 1ാം വാർഡിലുള്ള പുല്ലുവണ വാർഡ് അബ്ദുൽ സലാം വിജയിച്ചതായിട്ടാണ് സർവ്വ കിട്ടിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി വിശദാംശങ്ങളും വിശദ വിവരങ്ങളും ലഭിക്കുന്ന മുറയ്ക്ക് പ്രേക്ഷകരിൽ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ആരാണ് 300 വോട്ടിൻ്റെ ലീഡാണ് 2ാം ബൂത്തിൽ ജയറാം. പാക്കിങ്ങിനായി നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ ഓക്സിലറി സ്ട്രോങ് റൂമിൽ എത്തേണ്ടതാണ്. പാക്കിങ്ങിനായി നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ വിവരങ്ങൾ പൂർണ്ണമായി ലഭിക്കാത്തതിലുള്ള ഒരു താമസമാണ്. ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ നമുക്ക് വിവരങ്ങൾ പൂർണ്ണമായി ലഭിക്കും. ചിതറയെ സംബന്ധിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് ആദ്യ റൗണ്ടുകൾ എണ്ണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. 1 മുതൽ 6 വരെയുള്ള വാർഡുകളാണ് ആദ്യം എല്ലാ കൗണ്ടിംഗ് ടേബിളുകളിലും എണ്ണുന്നത്. ആദ്യമായി ഫലം വന്നത് പുല്ലുവണ വാർഡിലാണ് ഫലം വന്നിരിക്കുന്നത്. പുല്ലുവണ വാർഡിൽ നിന്ന് കുമ്മൽ പഞ്ചായത്തിലെ പുല്ലുവണ വാർഡിൽ UDF വിജയിച്ചതായാണ് പറയുന്നത്. UDF വിജയിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിവരം ഇത് ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് സ്ഥാനാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് പ്രാഥമിക ഘട്ടങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വിവരം എനിക്ക് തരണേ. നാലാം വാർഡിൽ നാലാം വാർഡിൽ 6
പ്രേക്ഷകർ അല്പം കൂടി ക്ഷമിക്കണം. കൂടുതൽ റിസൾട്ടുകളും അതുപോലെ തന്നെ വിവരങ്ങളും അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കും. 1 അജിന ഹാഷിം, 2 മരില മോഹൻ, 3 ഷീജ, 4 ഷംജ സലാം, 5 റഫീഖ ദേവി. വാർഡിൽ നിന്നും 74 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് 74 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. നമുക്ക് ഔദ്യോഗികമായുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഏതാണ്ട് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും പ്രേക്ഷകർ. കടക്കിലൊന്നും വന്നില്ലല്ലോ. എവിടെ കാര്യം ഇവിടുത്തെയാണ് ഇളമാടാണ് അല്ലേ? ഇല്ല, കുമ്മളൊരെണ്ണേ അറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഈ ഇളമാട് വാർഡിലെ നമ്പറുകളും പേരും ഒന്ന് എഴുതിയെടുത്തു. എന്തോ വല്ല അറിയാം. 300 വോട്ടിന്റെ ഭൂരിപക്ഷ ലീഡാണ് 1ാം വാർഡിൽ ചേരാമെന്നാണ് പറഞ്ഞത്. 2ാം വാർഡിൽ 1ാം വാർഡിൽ LDF ലീഡ് ചെയ്യുന്നു. ഒന്നാമത് എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? നേരത്തെ നീ എങ്ങനെ നീ ആരെങ്കിലും ഒന്ന് കയറാൻ പറ്റിയാലേ ഫ്രണ്ടിൽ കൂടെ അവരെ കൂടെ പേപ്പറിൽ എഴുതി ചുരുക്കി അങ്ങ് വെളിയിലിട്ടാലും മതിയായിരുന്നു. ഒരു ബോധത്തിന് വീടായിരിക്കും. കുമ്മളൊരെണ്ണം ജയിച്ചു. 74 വീട് പറയുന്നതായിരിക്കും കൂടെ വീടായിരിക്കും. പഞ്ചായത്തിലാണ് ഒന്നും വന്നില്ലേ റിസൾട്ട്? 1ാം വാർഡ് 1ാം വാർഡ് വന്നോ? 1ാം വാർഡ് LDF പിന്നെ ഏതെങ്കിലും വന്നോ? 1, 2 ജയിച്ചോ? ലീഡ് ചേരാം. 1 ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ 1ാം വാർഡിൽ നിന്നും നമ്മുടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്ഥാനാർത്ഥി പ്രിയ സജീവ് വിജയത്തിലേക്ക് അടുക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ 2ാം വാർഡിൽ നിന്ന് ജയറാം വിജയത്തിലേക്ക് അടുക്കുന്നു. അപ്പോൾ 1ഉം 2ഉം വാർഡുകളുടെ വിവരം ഏതാണ്ട് പൂർണ്ണമാകുന്നുണ്ട്. ബാക്കി കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കുമ്മിളിലെ ഒരു വാർഡിൻ്റെ വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ ഇളമാട്, ഇട്ടിവ തുടങ്ങി നിലമേൽ തുടങ്ങി ബാക്കി പഞ്ചായത്തുകളുടെ വിവരമൊന്നും ലഭ്യമായിട്ടില്ല. പഴയതുപോലെ കൗണ്ടിംഗ് പോയിന്റിനുള്ളിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. അതുകൊണ്ടാണ് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ താമസം നേരിടുന്നത്.
കടക്കിലത്ത് വന്നോ? കടക്കിലത്തെ വിവരം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇട്ടിവേല ഒന്നും വന്നിട്ടില്ലല്ലോ. ഇട്ടിവേല ഒന്നും വന്നില്ലല്ലോ. ഇട്ടിവേല ഒന്നും വന്നിട്ടില്ലല്ലോ. ആരുടെ ലീഡാ പറഞ്ഞേ? അല്ലല്ല, അല്ലല്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് തന്നെ പ്രിയ സജീവ് ആദ്യം ഫലസൂചനകൾ വരുന്ന ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫലസൂചനകളാണ് വ്യക്തമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1, 2, 3 വാർഡുകളുടെ ഫലം വരുമ്പോൾ ഒന്നാം വാർഡിൽ LDF ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാം വാർഡിൽ UDFനാണ് മേൽക്കോയ്മ. മൂന്നാം വാർഡിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട്. വ്യക്തമായ ലീഡിലേക്കാണ് പോകുന്നത്. വന്നില്ലല്ലോ. ഏത് കിട്ടി? മാങ്കോടത്ത് സമയം എടുക്കുമല്ലോ. ചായ കുടിച്ചിട്ട് ആദ്യം എണ്ണുന്ന ബൂത്തുകളുടെ വിവരങ്ങൾ നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പൂർണ്ണമായി ലഭിക്കും. ആ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നടക്കുന്നത്. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് തവണത്തെ പോലെ ബൂത്തുകളിൽ മാധ്യമപ്രവർത്തകരെ നിയമിക്കാനായിട്ട് ഉള്ള സജ്ജീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഒരു പോയിന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്ന് മാത്രമേ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ജയിച്ചോടാ എത്ര ഉൾപ്പെട്ടു? ഹലോ, 224 ലീഡ്. ഒന്നാം വാർഡിൽ ഐരക്കുഴി, അതായത് ഐരക്കുഴി ഒന്നാം വാർഡിൽ പ്രിയ സജീവ് 244 വോട്ടിനാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നതായി. ഔദ്യോഗിക സ്ഥിതി വിവരമല്ല വരുന്നത്. ഔദ്യോഗിക വിവരം ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് നൽകണം. ഇത് സ്ഥാനാർത്ഥിയുടെ ഏജന്റും അതുപോലെ സ്ഥാനാർത്ഥിയും മറ്റും പറയുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ചിതറയും പോലെ തന്നെ ചിതറ, കടക്കിൽ, കൊമ്മുൾ, ഇട്ടിവ, അലയമൺ തുടങ്ങി നിലമേൽ, ചടയമംഗലം തുടങ്ങി എല്ലാ പഞ്ചായത്തുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടന്നത്. ഒന്നും മൂന്നും LDF എന്നാണ് പറയുന്നത്. ഔദ്യോഗികമായ പ്രചാരം വന്നിട്ടുണ്ട്. മൂന്നെണ്ണം ആകുമ്പോഴത്തേക്ക് LDF ഒരു UDF. പിന്നെ ബാക്കി ഏതാ ലീഡ് എങ്ങനെ നടക്കുന്ന? അതിൽ ഒരു സ്ഥലത്ത് മണവച്ച LDF ലീഡാണ്. വളവിച്ച പിന്നെ അത് 1.5 കോടി UDF ആണ്. അങ്ങോട്ട് നോക്കി പോയില്ല, അങ്ങ് ടൗൺ എത്തിയില്ലേ. ഞാൻ കയറിയിട്ട് വന്നു. അവിടെ നിന്നോടെ പോണം. എത്ര ഓട്ടം ഉണ്ടായിരുന്നു?
നിങ്ങൾക്ക് എത്ര വോട്ടുണ്ടായിരുന്നു? 105 എനിക്ക് 103 ഉണ്ട്. ഏതാണ്ട് 227 150 അല്ല 325 599 എത്ര വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്? ഭൂരിപക്ഷം 147 226 140 220 320 ഏതാണ്ട് 200 വോട്ട് പറഞ്ഞു. പോണോ റിസൾട്ട് പറയാൻ കിട്ടിയോ? ചിതറയിലെ ഫലം വ്യക്തമായ ഫലം വരുമ്പോൾ ജയറാം വിജയിച്ചിരിക്കുന്നു. അതുപോലെ 1-ാം വാർഡ് ഐരക്കുഴിയിൽ LDF സ്ഥാനാർത്ഥി പ്രിയ സജീവ് വിജയിച്ചിരിക്കുന്നു. ഇത് ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷന്റെ വിവരമല്ല വരുന്നത്. സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റുമാരും നൽകുന്ന വിവരങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ചിതറയിലെ 1 മുതൽ 6 വരെയുള്ള ബൂത്തുകളുടെ ഫലം വരുമ്പോൾ 2 LDFനും 1 UDFനും എന്നുള്ള നിലയിലേക്കാണ് വരുന്നത്. വിജയം, അതായത് 1-ാം വാർഡിൽ ഐരക്കുഴിയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യ വിജയമാണ് ചിതറയിലെ. ആദ്യ വിജയമെന്നല്ല, ഈ ഇവിടെ നടന്ന കൗണ്ടിംഗ് പോയിന്റുകളിൽ നിന്നുള്ള ആദ്യ വിജയമാണ് എന്ന് തന്നെ പറയാം. എന്താണ് തോന്നുന്നത്? LDFന്റെ ആദ്യ വിജയമായി തന്നെയാണ് പുറത്തു വരുന്നത്. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? എങ്ങനെയാണ് പ്രേക്ഷകർ, നിങ്ങളുടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് എല്ലാവരോടും നന്ദിയാണ്. സത്യത്തിന്റെ മാത്രം വിജയമാണ്. എല്ലാ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച പ്രിയ സജീവാണ് നമ്മളോടൊപ്പം ചേർന്നത്. അന്ന് വന്നില്ല, അങ്ങേരും മറ്റേ പുല്ലുവണ വിജയിച്ചാണ് ഇറങ്ങി വന്നില്ല. ഇറങ്ങിയില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആദ്യം നമുക്ക് ഫലം ലഭ്യമായത് 3 വാർഡുകളിലാണ്. അതായത് കുമ്മൾ ഗ്രാമപഞ്ചായത്തിലെ പുല്ലുവണ വാർഡിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ 2 വാർഡുകളുടെ ഫലമാണ് വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 1-ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയും 2-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയും വിജയിച്ചിരിക്കുന്നു. ചടയമംഗലം ഇടയ്ക്കോട് വാർഡിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ഈ വിജയത്തെ നിങ്ങൾ കാണുന്നത്? നിങ്ങളെ വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെയും ചടയമംഗലം പഞ്ചായത്തിലെ 16 വാർഡുകളിൽ ഈ ചടയമംഗലത്തുണ്ടായ വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വോട്ട് ചോദിച്ചത്. ആ വിജയം അവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. എൻ്റെ വാർഡിലെ എല്ലാ വോട്ടർമാരെയും കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ബിജെപിയുടെ ഉണ്ടായിരുന്ന വാർഡ് ഞാൻ കുതിരാണ് ഇടയ്ക്കോട് 3-ാം വാർഡ്
ചിത്ര പഞ്ചായത്തിലെ അരിപ്പൽ വാർഡിലെ സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും സന്തോഷം. എത്ര വോട്ടിന് ഭൂരിപക്ഷം? 124. അരിപ്പൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? സ്നേഹം മാത്രം. അരിപ്പൽ വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. അപ്പോൾ നില വരുന്നത് വ്യക്തമായി 3 സീറ്റുകൾ LDF. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡ്രൈവർ സാബു പരിസരത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് 6യുടെ ഡൈസിൽ എത്തിച്ചേരുക. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡ്രൈവർ സാബു എത്രയും പെട്ടെന്ന് ബ്ലോക്ക് 6യുടെ ഡൈസിൽ എത്തിച്ചേരുക. തിരുത്തുണ്ട്. അരിപ്പൽ വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. അരിപ്പൽ വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. ഇത് UDF അല്ലേ? UDF സ്ഥാനാർത്ഥിയല്ലേ? ചിത്രയിൽ ഇതുവരെ ഫലം വന്നത് 2-2 എന്ന നിലയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പഞ്ചായത്താണ് ചിത്ര ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത്. ചിത്രയിലെ വിവരങ്ങളാണ് കൂടുതൽ നമുക്ക് അപ്ഡേറ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വിവരങ്ങൾ മുറയ്ക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ അതായത് സ്ഥാനാർത്ഥികൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ വരാനും വരുന്ന താമസമാണ് നമുക്ക് അപ്പോൾ വിവരങ്ങൾ ലഭ്യമാക്കാനായുള്ള താമസം വരുന്നത്. മറ്റു വരുമ്പോൾ പറയാം. അല്ല മറ്റൊന്നായല്ലോ. മറ്റേ ജയറാം അയരക്കുഴി വിജയിച്ചു. ജയറാം അയരക്കുഴി രണ്ടാം വാർഡിൽ 1ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. പിന്നെ അരിപ്പ LDF വിജയിച്ചു. 5 സീറ്റോളം പറഞ്ഞതിൽ UDF 1, ബാക്കി LDF ആണ് നിൽക്കുന്നത്. വണ്ടിയില്ല ഇതുവരെ വല്ലതും ഇല്ല. എന്നാലും വേറെ ആരും കൂടെ ഒന്ന് വരാനുണ്ട്. രണ്ടാമതേ വന്നിട്ടുള്ളൂ. ജയറാമാണെന്ന് 4 ഫലം വന്നു. 4 വന്നില്ല. 4 അരിപ്പ പോയി. 1 LDF, 3 റിസൾട്ട് വരാനുള്ളൊരു കാലതാമസം മാത്രമാണ് ഇനിയുള്ളത്. ഓരോരോ സ്ഥലങ്ങളിലെ റിസൾട്ട് വന്നുകൊണ്ട് കടയ്ക്കൽ പഞ്ചായത്തിൻ്റെ റിസൾട്ട് ഇതുവരേക്കും വന്നിട്ടില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചിത്ര ഗ്രാമപഞ്ചായത്ത്, കുമ്മള് ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ 2ാം വാർഡിൽ നിന്ന് വിജയിച്ച ജയറാം അയരക്കുഴിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഫലം വരുമ്പോൾ 2-2 എന്ന നിലയിലാണ് വരുന്നത്. ശക്തമായ പോരാട്ടം നടന്ന ചിത്രയിൽ ശക്തമായ പോരാട്ടമാണ് 2ാം വാർഡിൽ നടന്നത്. വിജയിച്ചിരിക്കുന്നു. ഈ വിജയം ചിത്ര വാർഡിലെ സാധാരണ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുകയാണ്. അവരുടെ വിജയമാണിത്. സാധാരണ ജനങ്ങൾക്കുള്ള വിജയം. എന്നാലും എത്ര വോട്ടിന് ഭൂരിപക്ഷം? 228 വോട്ടിന്. ശക്തമായ മത്സരമാണ് നടന്നത്. എന്തായാലും വിജയിച്ചിരിക്കുന്നു. സത്യം ജയിച്ചു. നീതി കിട്ടി ജനങ്ങൾക്ക്. ശ്രദ്ധിക്കുക, ബ്ലോക്ക് ഡിവിഷനിലെ 4 ഇട്ടിവ, 5 ചുണ്ട, 6 തുടയന്നൂരിന്റെ ഇവിടെ കടയ്ക്കലിൽ നിന്നും ഒരു ഫലം പുറത്തു വരുമ്പോൾ അവിടെ ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നതായുള്ള ഫലമാണ് വരുന്നത്. വടക്കേ വയൽ വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥി വിജയിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായ വിവരമല്ല പുറത്തു വരുന്നത്. കടയ്ക്കലിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച ഒരു
വിജയമായാണ് ഇത് കാണുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പല വാർഡുകളിലും BJP സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാലും ഇതൊരു അപ്രതീക്ഷിതമായ വിജയമാണ്. അങ്ങനെ ഒരു വിജയത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കടക്കൽ നിന്നും മറ്റുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ലഭ്യമാകുന്ന മുറയ്ക്ക് ആ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഭയങ്കര സംഭവമാണ്. പല സ്ഥലത്തും വടക്കേ വയലിലാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. പല സ്ഥലത്തും 2ാം സ്ഥാനത്താണ് BJP ചെയ്യുന്നത്. അവര് ഇലക്ഷൻ ഉണ്ടായിരുന്നോ? നിന്നില്ലേ? എല്ലാവരും മത്സരിക്കും. എവിടെ? അല്പം കൂടി പ്രേക്ഷകർ ക്ഷമിക്കുക. വിശദമായ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഇട്ടിവയിൽ നിന്നുള്ള വിവരങ്ങളും ചിതറയിൽ നിന്നുള്ള വിവരങ്ങളും അതുപോലെ നിലമയിൽ നിന്നുള്ള വിവരങ്ങളും തുടങ്ങി നമ്മുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പുകളിലുള്ള വിജയം പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കും. വിവരം ലഭിക്കുന്ന മുറയ്ക്ക് മണ്ണറക്കോട് വാർഡിൽ നിന്നും നമ്മുടെ കൃഷ്ണകുമാരി വിജയിച്ചിരിക്കുന്നു. കൃഷ്ണകുമാരി പ്രേക്ഷകരുമായി വിവരം പങ്കുവയ്ക്കുന്നു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്റെ മണ്ണറക്കോട് വാർഡിലെ വോട്ടർമാരോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഇത് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. മണ്ണറക്കോട് വാർഡിൽ കടക്കിൽ നിന്നും ആദ്യമായി BJP സ്ഥാനാർത്ഥി കടക്കൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വടക്കേ വയലിലാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വാക്കുകളിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ അനുപമ സന്തോഷ്. കടക്കലമ്മയുടെ മണ്ണിൽ നിന്ന് എനിക്ക് ഈ വിജയം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടുകാരുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയാനറിയില്ല. ഞങ്ങളുടെ പ്രവർത്തകര് ഒത്തിരി എനിക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ബലിദാനികളായ സ്വർഗീയ രവീന്ദ്ര സാറിന് പ്രത്യേക എന്റെ വിജയം ഞാൻ സമർപ്പിക്കുന്നു. കാര്യം വെച്ചാല് കോട്ടയന്മാർക്കും എനിക്ക് എല്ലാവിധ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ ഉത്തരവാദിത്തം എനിക്ക് ഏൽപ്പിച്ചു തന്ന എന്റെ നാട്ടുകാർക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി എന്ത് തന്നെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ 100% ഉറപ്പ് വരുന്നുണ്ട്. അതുപോലെ എനിക്ക് വേണ്ടി അഹോരാത്ര പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രവർത്തകര്, കുടുംബം, നാട്ടുകാർ എല്ലാവർക്കും എനിക്ക് ഈ സന്തോഷത്തിൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. എന്തായാലും എനിക്ക് അഹങ്കാരമില്ല. നമുക്ക് കിട്ടാത്തത് കിട്ടിയുള്ളൂ. കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ ചരിത്രത്തിൽ ആദ്യമായി BJP സ്ഥാനാർത്ഥി വടക്കേ വയലിൽ നിന്ന് BJP സ്ഥാനാർത്ഥി അനുപമ വിജയിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
എന്തായാലും ചരിത്ര വിജയമായിപ്പോയി. പഞ്ചായത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി അനുപമ സന്തോഷാണ് ഈ നിൽക്കുന്നത്. അവർക്ക് ഒരുപാട് പറയാൻ കാണും. കാര്യം കഴിഞ്ഞ പ്രാവശ്യം അവര് വെള്ളാറോട്ടം വാർഡിൽ നിന്ന് മത്സരിച്ചു തോറ്റ ഒരു പ്രതിനിധി കൂടിയാണ്. ഇപ്പോൾ കടക്കൽ പഞ്ചായത്തില് വടക്കേവേൽ വാർഡില് എത്ര ഭൂരിപക്ഷമുണ്ട്? 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ അനുപമയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ വിജയത്തിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്റെ ഓരോ വോട്ടർമാരോടുമാണ്. അവരുടെ സ്നേഹം, അവർ ഈ അക്രമ രാഷ്ട്രീയത്തിന് എതിരെ അവർ കൊടുത്ത ഒരു മറുപടിയാണ് എന്റെ ഈ വിജയം. അവർക്കാണ് നന്ദി പറയുന്നത്. കടക്കലമ്മയുടെ മണ്ണിൽ നിന്ന് ഒരു താമര വിരിയാൻ എന്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ഞാൻ ഫസ്റ്റില് വെള്ളാറോട്ടം നിന്നു. രണ്ടാമത് എനിക്ക് 37 വോട്ടിന്റെ കോട്ടപ്പുറം വാർഡിൽ പോയത്. മൂന്നാമത് എനിക്ക് വിജയിക്കും തന്നിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടുകാരുടെ സപ്പോർട്ട്, അതേപോലെ എന്റെ പ്രവർത്തകർ, എന്റെ കൂടെ അഹോരാത്രം കഷ്ടപ്പെട്ട് പ്രയത്നിച്ച എന്റെ പ്രവർത്തകരോടും അതിലുപരി ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയാനുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെ ഇതിൽ എന്താ പറയാ കൊല്ലപ്പെടുത്തിയെന്ന് തന്നെ പറയാം രവീന്ദ്ര സാറിന് ഞാൻ എന്റെ വിജയം സമർപ്പിക്കുന്നു. അദ്ദേഹമാണ് എന്നെ പാർട്ടിയിലേക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നത്. അതുപോലെ എന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച എന്റെ നാട്ടുകാർക്ക് ഞാൻ എന്നെ കൊണ്ട് ചെയ്യുന്ന നല്ല രീതിയിലുള്ള വികസന കേന്ദ്ര പദ്ധതികളെല്ലാം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒത്തിരി നാളൊന്നും ഇവരെ പറ്റിച്ചുകൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം നല്ല സത്യസന്ധമായും നല്ല ഉത്തരവാദിത്തത്തോടെ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നു. കടക്കൽ പഞ്ചായത്തിലെ ഏറ്റവും നല്ല വികസനങ്ങളുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡായിട്ട് വടക്കേൽ വാർഡ് തീരും. അത് ഞാൻ അവർക്ക് ഒപ്പം നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ. ഇലക്ട്രീഷ്യൻ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റ് സമീപം എത്തിച്ചേരുക. ഇലക്ട്രീഷ്യൻ പരിസരത്തുണ്ടെങ്കിൽ മൈക്ക് പോയിന്റ് സമീപം എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. മൂന്നല്ലേ 3-3 എന്നുള്ള വ്യവസ്ഥയിലാണ് ത്രിതല പഞ്ചായത്ത് മുന്നോട്ട്. 3 LDF 3 UDF. 3 LDF എന്ന് പറയുമ്പോൾ 1-ാം വാർഡിലും 3-ാം വാർഡിലും 5-ാം വാർഡായിട്ടുള്ള വളവ് പറ്റിയത് 2 CPയുടെ പ്രവർത്തനം 2 വളവ് 3-ാം വാർഡിൽ 5-ാം വാർഡിൽ. ഹലോ, 3 വാർഡുകൾ. ഹലോ, നിലമേല് എന്താ BJP വടക്കേവേലി അനുപമ സന്തോഷ്. ഫേസ്ബുക്കിനകത്തുണ്ട്.
ഇങ്ങനെ നോക്കിക്കോ. ആ 28 വോട്ടിന് അനുപമ ജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വെളിയിൽ വരികയാണ്. അതുപോലെ ചിത്ര പഞ്ചായത്ത് വളരെ ഒപ്പത്തിനൊപ്പം UDFും LDFും ഒപ്പത്തിനൊപ്പം പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത് ഇനി മാറി മറിയുമോ എന്നൊക്കെ, ചിത്ര പഞ്ചായത്ത് ആര് ഭരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായ വിവരം. എന്തായാലും BJPക്ക് ചിത്ര പഞ്ചായത്ത് ഇതുവരെ സ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം BJP ഭരിക്കുന്ന 3-ാം വാർഡിൽ LDF വരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം 2-ാം വാർഡ് BJP ഭരിക്കുന്ന 2-ാം വാർഡിൽ UDF വരുന്നു. അങ്ങനെ 3-3 സമം രീതിയിൽ LDFും UDFും പൊക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ബാക്കി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. വരുന്ന വാർത്തകൾ അപ്പോൾ നിങ്ങളെ അപ്ഡേഷൻ ചെയ്യുന്നതാണ്. കടകൾക്ക് ഇത് ഒറ്റ വന്നുള്ള റിസൾട്ട് കടകൾക്ക് മാത്രമേ വേറെ അതിൽ എന്ത് തുടങ്ങിയ നദീവാക്ക പോസ്റ്റൽ ബാലറ്റുകളിലൊക്കെ കഴിയുമ്പോൾ ആകെ 11 പോസ്റ്റൽ ബാലറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ വേറെ അതിന് വന്നതാണ്. എന്തരായ റിസൾട്ട്? ആറ് വാർഡുകളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പുറത്തോടൊക്കെ വാർഡിലെ കൗണ്ടിംഗ് ഏജന്റുമാർ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് പുറത്തിറങ്ങിയിരിക്കണം. 1 മുതൽ 6 വാർഡുകളാണ് ഫോട്ടോർക്ക് ഒഴിച്ചപ്പോൾ കൗണ്ടിംഗ് ഏജന്റുമാർ പുറത്തിറങ്ങണം. പോസ്റ്റൽ ബാലറ്റിന് എല്ലാവരും അറിയിക്കും. ഹലോ, ദയവ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. കുമർ ഗ്രാമപഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 2 നമ്പർ 3 നമ്പർ 4 നമ്പർ എന്നിവയുടെ ഇടുങ്ങിയ എണ്ണിത്തുടങ്ങും. തന്നെ ദാണ്ട കിട്ടിയത്
ഇട്ടി ഗ്രാമപഞ്ചായത്തിലെ വിവരം വരുമ്പോൾ മലപ്പേരൂർ 7 വോട്ടിന് LDF വിജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ത്രാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് BJP സ്ഥാനാർത്ഥി 210 വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത്. ത്രാങ്ങോട് എന്ന് പറയുന്ന ഇട്ടി വാർഡിലെ അവരുടെ നേരത്തെയും അവരുടെ സിറ്റിംഗ് സീറ്റ് തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അത് ത്രാങ്ങോട് 210 വോട്ടിന് BJP വിജയിച്ചിരിക്കുന്നു. മലപ്പേരൂരിൽ 7 വോട്ടിന് LDF വിജയിച്ചിരിക്കുന്നു. അതുപോലെ LDF അവിടെ ജയിച്ചിരിക്കുന്നത് 7 റാങ്ങോടും മലപ്പൂരും BJP റാങ്ങോട് LDF ആണ് റാങ്ങോട് BJP 210, മലപ്പേരൂർ 7 വോട്ടിന് LDF. പലരും പ്രവചിച്ച രീതിയിലുള്ള ഫലങ്ങളല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. മാറി മറിഞ്ഞു വരുന്ന ഫലങ്ങളാണ് വരുന്നത്. നമുക്ക് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഇവിടെയുള്ള ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് കഴിയും. അമ്പലങ്ങളിലും കടക്കൽ ഇളമ്പന്നൂർ വിജയ എങ്ങനെ ഇളമ്പന്നൂർ നാട്ടില് എത്ര വോട്ട് ജയിച്ചിരിക്കുന്നു? എങ്ങനെ തോന്നുന്നു വിജയം? സന്തോഷം, നല്ല സന്തോഷം. ഇളമ്പന്നൂർ വാർഡിലെ എത്ര വോട്ട് ജയിച്ചു? 53 വോട്ടിനാണ് ജയിച്ചത്. എങ്ങനെ വിജയത്തെ എങ്ങനെ കാണുന്നു? ജനാധിപത്യത്തിന്റെ വിജയം. എന്തായാലും വിജയാശംസകൾ. കളക്കാവ് ഗ്രാമപഞ്ചായത്ത് അടുത്തൊരു സ്ഥാനാർത്ഥി നമ്മളുണ്ട്. റിസൾട്ട് വന്നിട്ടില്ല. ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്ന സ്ഥാനാർത്ഥി. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയൊരു വിവരം വരുന്നത് കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറത്ത് റിബൽ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. റിബൽ സ്ഥാനാർത്ഥിയായ സുഗന്ധി വിജയിച്ചിരിക്കുന്നു കോട്ടപ്പുറത്ത്. ബന്ധപ്പെട്ട എൻട്രികൾ നടത്തിയാൽ മാത്രമേ നമുക്ക് താഴെ ഇറങ്ങി നിൽക്കുന്നത് ഈ പടിയിലാണ്. പോലീസ് വ്യക്തികൾ ഓരോ പോലീസ് സ്റ്റേഷനിലും കഴിയുന്ന മുറയ്ക്ക് ഈ വിജയം നമ്മുടെ വേങ്ങോടിലെ എന്നെ സ്നേഹിച്ച എന്റെ നാട്ടുകാര്, ഞാൻ ആ നാട്ടുകാരനായിരുന്നു അവിടെ മത്സരിക്കുമ്പോൾ. ആ നാട്ടുകാരുടെ സ്നേഹം അത് വോട്ടുകളായി ഞാൻ 444 വോട്ടിന്റെ ഭൂരിപക്ഷം. ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ചിത്ര പഞ്ചായത്ത്. തീർച്ചയായിട്ടും ജനങ്ങളെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു വോട്ടുകൾ അഭ്യർത്ഥിച്ചത്. പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ എതിർ സ്ഥാനാർത്ഥികളായിരുന്നാലും എതിർ പക്ഷത്തുള്ളവരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി, ജനങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കി ബഹുഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനാദ്യമായി എൻ്റെ വോട്ടർമാരോട് ഒരുപാട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച LDFന്റെ പ്രിയപ്പെട്ട എൻ്റെ സഖാക്കൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ അമ്മമാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ, എൻ്റെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എനിക്കൊപ്പം നിന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കാൻ. LDFന്റെ സ്ഥാനാർത്ഥി ചിറയിൽ നിന്നും ഏത് വാർഡായിരുന്നു? നമ്മുടെ ചിറ ഗ്രാമപഞ്ചായത്തിലെ വേങ്കോട് 3 എത്ര 444 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. തീർച്ചയായിട്ടും മികച്ച ഭൂരിപക്ഷമാണ്. കാരണം നമ്മുടെ ആ വാർഡിൽ നടന്ന വികസനങ്ങളായിരുന്നു മുന്നിൽ പറഞ്ഞത്. പക്ഷെ നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരുപാട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മൾ ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കുക. കാര്യം എന്നെ അറിയുന്ന ഞാൻ ആ നാട്ടിലെ ഒരു വോട്ടറായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇതിലൊരു നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. എൻ്റെ നാട്ടുകാർ എനിക്ക് ഒപ്പം നിന്നു. അതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ വികസനം തന്നെയായിരുന്നു. നമ്മുടെ വാർഡുകളിൽ LDFന്റെ സ്ഥാനാർത്ഥികളെല്ലാം വികസനം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ചത്. കാര്യം നമുക്കറിയാം കേരളത്തിലെ വികസനങ്ങൾ നമ്മൾ ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വികസനം നമ്മളെ ഓരോ വാർഡിലെ LDF സ്ഥാനാർത്ഥിയും ആ വാർഡിന്റെ വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ആ
വോട്ട് അഭ്യർത്ഥിച്ചത്. അത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് വേങ്ങോട് കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ വാർഡ് മെമ്പറായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ആ വാർഡിൽ ആ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ വികസനം എത്തിച്ചൊരു വാർഡായിരുന്നു വേങ്ങോട് വാർഡ്. ആ വാർഡിൽ വികസനം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരെ എനിക്കൊപ്പം നിന്ന്, അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, ആ നാട്ടിലെ അമ്മമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരെ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് നന്ദിയുണ്ട്. ഈ വിജയത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എന്തായാലും വിജയാശംസകൾ. താങ്ക് യു. വിളിച്ചായിരുന്നോ? ഹലോ, വന്നില്ല വടക്കേ വയല്. ആ ഇവിടെയാണ് മോളിൽ മാവിനോട്ട് കാര്യമില്ല. ഞാൻ അവിടെ പോയി കറക്റ്റ് വീഡിയോ ഇത്ര 9 രൂപ ഒരേ വീഡിയോ ഒരു ബി ജെ അല്ല ഈ കിലോമീറ്റർ അണ്ണാ കടക്കൽ അണ്ണാ അല്ല അതൊക്കെ കഴിഞ്ഞ കൈമറാണ്. അറിയാൻ
ഇതെത്തി വാർത്തയൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് എത്രയാണെന്ന്. ശ്രദ്ധയ്ക്ക്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇലക്ഷൻ ക്ലർക്ക് ലിജുനാഥ് പരിസരത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റ് സമീപം എത്തിച്ചേരുക. ഒന്നും വന്നിട്ടില്ല. ചിതറാലത്തെ 3 റിസൾട്ടേ വന്നിട്ടുള്ളൂ. ബാങ്കോട് 2ാം വാർഡ്, പിന്നെ അരിപ്പ. ചിത്ര ഗ്രാമപഞ്ചായത്തിൽ ഫലസൂചിക വന്ന 6 വാർഡുകളിൽ 3ഇടത്ത് LDF, 3ഇടത്ത് UDF ആണ് വിജയിച്ചിരിക്കുന്നത്. കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ചു. അതുപോലെ തന്നെ ഒരു സ്വതന്ത്രൻ ഇവിടെ നമ്മുടെ കോട്ടപ്പുറത്ത് സുഗന്ധി വിജയിച്ചിരിക്കുന്നു. ഈ വിജയം നേരത്തെ തന്നെ പ്രതീക്ഷിച്ച വിജയം തന്നെയാണെന്ന നിഗമനത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇളമ്പഴന്നൂർ, വെള്ളാർവട്ടം എന്നീ വാർഡുകളിലും LDFന്റെ വിജയമാണ് അവിടെ വന്നിരിക്കുന്നത്. LDF വിജയിച്ചിരിക്കുന്നു. അതുപോലെ മലപ്പേരൂർ വാർഡിൽ LDF വിജയിച്ചിരിക്കുന്നു. ക്രാങ്കോട് വിജയിച്ചിരിക്കുന്നു. നിലമേൽ എണ്ണിയ 4 വാർഡുകളിലും ആദ്യം എണ്ണിയ 4 വാർഡുകളിലും വിജയിച്ചിരിക്കുന്നത് UDF ആണ്. നീ ഇത് പിടിച്ചോളണം, എനിക്ക് മറ്റേത് കൊടുക്കണം. അതിനി ആർക്ക് ടൈപ്പ് ചെയ്ത് വിടണത്? TV കേട്ടായിരുന്നു മേടിച്ച് യൂട്യൂബിൽ കയറ്റുന്നു. യൂട്യൂബിൽ കയറ്റി പറ്റി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് കട്ട് ചെയ്തിട്ട് യൂട്യൂബ് കുറേ നേരം നിൽക്കത്തുള്ളൂ. അതെ, ഫോണിൽ ചാർജ് ചെയ്യുന്നതല്ലേ. കൗണ്ടിംഗ് ഏജൻസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, യാതൊരു കാരണവശാലും കൗണ്ടിംഗ് ഹാളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. മൊബൈൽ ഫോണുകൾ ക്ലോക്ക് റൂമിന് സമീപം കൊടുക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും കൗണ്ടിംഗ് ഹാളിൽ മൊബൈൽ ഫോണുമായി പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഇതിന്റെ ലോകം യൂട്യൂബിലടിക്കാൻ നീ പിന്നെ ഇത് അടിക്കുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് അല്ല, നമ്മളെ കലികയില്ലായിരുന്നു. കണ്ട ഒളിവിലായിരുന്ന ആളാണ് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഏതാനും വാർത്ത നമ്മുടെ
ടൗൺ വാർഡ് UDF കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡ് UDF നിലനിർത്തുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ദയവ് ചെയ്ത് കൗണ്ടിംഗ് ഹാളിൽ ആവശ്യമുള്ളവർ മാത്രം കൗണ്ടിംഗ് ഹാളിൽ നിന്നാൽ അല്ലാത്തവർ പുറത്തു പോകേണ്ടതാണ്. അതല്ല എനിക്ക് വായിക്കാനുള്ള സംസാരിക്കാൻ പറ്റൂല. എല്ലാവരും കൂടെ ഈ തിട്ടപ്പുറത്ത് കയറി വിജയിച്ചൊരു വരുമ്പോഴത്തേക്ക് അപ്പോഴേ എടുക്കുക. വിജയിച്ചു വരുന്നത് ഇവിടെ തന്നെ ഇടപാട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ കൗണ്ടിംഗ് ഏജന്റ് കൗണ്ടിംഗ് ഹാളിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ്. ഇലക്ഷൻ റിസൾട്ടുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പുതിയതായിട്ടുള്ള അപ്ഡേഷനുകളൊന്നും എത്തിയിട്ടില്ല. പുതിയ അപ്ഡേഷനുകൾ എത്തുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. ഇതുവരെയും പുതിയ അപ്ഡേഷനുകളൊന്നും വന്നിട്ടില്ല. ഇടപാട് പഞ്ചായത്തിലെ വാർഡ് നമ്പർ 2 കൗണ്ടിംഗ് ഏജന്റ് പുറത്തു പോകേണ്ടതാണ്. കുമ്മൽ വാർഡിൽ ആനപ്പാറ വാർഡിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെടുത്ത് എങ്ങനെയുണ്ട് വിജയം? വിജയം നല്ല വിജയമായിരുന്നു. വോട്ടർമാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തു. എത്ര വോട്ടിന് വലിയ ഭൂരിപക്ഷം? 140. എവിടെയാണ്? ആനപ്പാറ നമ്മൾ പഞ്ചായത്ത്. പോലെ കുമ്മളല്ലേ? കുമ്മൽ പഞ്ചായത്ത് കുമ്മളല്ലേ? ഇടപാട് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ കൗണ്ടിംഗ് ഏജന്റ് പോസ്റ്റൽ ബാനർ കൗണ്ട് ചെയ്യുന്നതായി കൗണ്ടിംഗ് ഹാൾ നമ്പർ 62ലേക്ക് വരേണ്ടതാണ്. ഇടപാട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ 2-ാം വാർഡിലെ കൗണ്ടിംഗ് ഏജന്റ് കൗണ്ടിംഗ് ഹാൾ നമ്പർ വിടേണ്ടതാണ്. ചില പഞ്ചായത്തിൽ എന്ന നിലയിലാണ് എന്തായാലും കഴിയുമ്പോൾ LDF സ്ഥാനാർത്ഥിയാണ്.
വോട്ട് ചെയ്യാനായിട്ട് കൗണ്ടിംഗ് ഹാൾ നമ്പർ 62ലേക്ക് വരേണ്ടതാണ്. കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വരുമ്പോൾ വെള്ളം കൂടെ കൊണ്ടുവരണം, സ്റ്റാൻഡ് കൊണ്ടുവരണം. BJP സ്ഥാനാർത്ഥി എത്ര? കാണാതെ പുതിയ അപ്ഡേറ്റുകളൊന്നും ഇതുവരേക്കും വന്നിട്ടില്ല. പുതിയ റിസൾട്ടുകളൊന്നും എത്തിയിട്ടില്ല. കൗണ്ടിങ് നടക്കുന്നേ ഉള്ളൂ. റിസൾട്ട് വരുന്നതനുസരിച്ച് പ്രേക്ഷകരെ നമ്മൾ തത്സമയം തന്നെ അറിയിക്കുന്നതാണ്. റിസൾട്ടുകളൊന്നും ഇതുവരേക്കും പുതിയ റിസൾട്ടുകളൊന്നും വന്നിട്ടില്ല. രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാം റൗണ്ട് 7 മുതൽ 13 വരെയുള്ള വാർഡുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. 7 മുതൽ 13 വരെയുള്ള വാർഡുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ഹലോ, കുമള ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിന്റെ പോസ്റ്റർ വോട്ട് എണ്ണി തുടങ്ങുന്നു. 5ാം വാർഡ് ആദ്യം 7 മുതൽ കുമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ 5ാമത്തെ വാർഡിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുകയാണ്. കുമ്മൾ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലെ പോസ്റ്റൽ എണ്ണി തുടങ്ങുകയാണ്. ഇപ്പോൾ രണ്ടാം റൗണ്ട് ആരംഭിച്ച് രണ്ടാം റൗണ്ടിലെ പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുന്നത്. പിന്നീടാണ് ഇലക്ട്രിക് വോട്ടുകൾ തുടങ്ങുന്നത്. എന്തായാലും ആദ്യ ഫല പ്രഖ്യാപനം വരുമ്പോൾ 1 മുതൽ 6 വരെ ഉള്ള വാർത്തകളുണ്ട്. അതുപോലെ ഇനിയുള്ള കൗണ്ടിങ് ഇതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തി പോകുന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഗവി യാത്ര നമസ്കാരം നിങ്ങൾ അതിൻ്റെ ഉണ്ടായിരുന്നല്ലേ? നല്ല മൊത്തം ഫോട്ടോ കിട്ടുന്നു. എൻ്റെ കഴിഞ്ഞു. ഞാൻ നൈസ് കൂട്ടാവുക മതി. ഓ എൻ്റെ ഒരുത്തന്നെ ഫോൺ ഏൽപ്പിച്ചു. അകത്ത് ക്യാമറ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ നൈസിലും കയറിയതാണ്. നമസ്കാരം. ഉണ്ട് കൊടുത്താൽ കടക്കര ചരിത്ര ആദ്യമായിട്ട് ബൈറ്റുകൾ
അല്ല മുൻ പ്രസിഡന്റ് ഇരിക്കുന്നു. പ്രസിഡന്റ് 5 ബ്ലോക്കാണ്. അല്ലല്ല ഇത് ചടയമംഗലം പഞ്ചായത്ത് ചടയമംഗലം പഞ്ചായത്ത് ബ്ലോക്കും ചടയമംഗലം ബ്ലോക്ക് ചടയമംഗലം നിയോജക മണ്ഡലം എല്ലാം ആയിരിക്കും. ആൾക്കാർ ഇറങ്ങി പോകണം. ആ ഫോണും കൊടുക്കുക. എൻ്റെ പരിപാടി കഴിഞ്ഞു. എവിടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് കുമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് സമീപം നിൽക്കുന്നത്. ഇലക്ഷൻ റിസൾട്ടുകളെല്ലാം മാറി മറിയുന്ന ഒരു രീതിയിലാണ്. അതുകൊണ്ട് എല്ലാ 7 വോട്ട് 13 6 ആണ്. അടുത്ത 12 വരെ അടുത്ത 12 വരെ 6 വാർഡ് വെച്ചാണ്. പറഞ്ഞേ ഏത് ഡിവിഷനിലായിരുന്നു? ചിറ ഡിവിഷനിൽ. ചിതറ ഡിവിഷനിൽ നിന്നും ജനത്തിലേക്ക് വിജയം ഉറപ്പിച്ചതിന് അരികിലേക്ക് എത്തിയിരിക്കുന്നുള്ള വിവരമാണ്. ഏറ്റവും ടൈറ്റ് മത്സരം സുബുസാർ വിജയത്തിലേക്ക് ചിതറ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സുഗു സാറ് വിജയത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇനിയിപ്പോൾ 6 വാർഡുകൾ കൂടി എണ്ണുമ്പോൾ ഫലം വ്യക്തമാകും. സുഗു സാറാണ് വ്യക്തമായ ലീഡിലേക്ക് എത്തിയിരിക്കുന്നതായുള്ള വിവരമാണ് ലഭിക്കുന്നത്. നമുക്കങ്ങനെ 11 ഇനി ചിതറ പഞ്ചായത്തിൽ 100 വാർഡുകളുണ്ട്. ഓക്കെ ഓക്കെ 7, 8, 2 വാർഡ്. എന്റെ സുഹൃത്തുക്കൾ ഓക്കെ ഇപ്പം പറയണ വേണ്ടി ചെയ്യാൻ നിൽക്കല്ലേ. ഞാൻ പറഞ്ഞതല്ല, ഇവിടെ വന്ന് ഓരോരുത്തർ കണ്ടു പോയതാണ്. ഞാൻ പറഞ്ഞത് എണ്ണ വല്ലതും വിജയത്തിലോട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ 100 സംതിങ് വോട്ടിന്റെ ഇതേ ഉള്ളൂ. ഇനി എണ്ണം കിടക്കുന്നു. പിന്നെ വിജയിച്ചിട്ട് വോട്ട് മാറി മറിഞ്ഞു. ഇപ്പൊ സാർ താഴേക്ക് പോയി. അതൊക്കെ അത്രയേ ഉള്ളൂ. കുമ്മൽ ഗ്രാമപഞ്ചായത്ത് 6 വാർഡിലെ പോസ്റ്റ് വോട്ടാണ് ഇനി എണ്ണുന്നത്. 6 കുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡിലെ പോസ്റ്റൽ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണുന്നത്. കുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡിലെ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. ഈ ഫലം വരാത്തതുകൊണ്ട് ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി. ഫലം ഇങ്ങനെ പടപട വന്നുകൊണ്ടിരുന്നാലേ സംതിങ് ഓട്ടത്തിൽ ഇവിടെ ഉള്ളൂ. സംതിങ് പേര് ഇടുന്നതാണ്. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡുകളുടെ ഫലമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇളമ്പഴന്നൂർ, വെള്ളാറവട്ടം, കോട്ടപ്പുറം, വടക്കേവയൽ, കുറ്റിക്കാട് എന്നീ 5 വാർഡുകളിലെ ഫലം കടയ്ക്കലിൽ നിന്ന് ലഭിക്കുമ്പോൾ ഇളമ്പഴന്നൂരും വെള്ളാറവട്ടവും കുറ്റിക്കാടും LDF വിജയിച്ചിരിക്കുന്നു. അതുപോലെ കോട്ടപ്പുറം വാർഡിൽ നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുഗന്ധിയാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ വടക്കേവയലിൽ ആദ്യമായി കടയ്ക്കലിൽ നിന്നും ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഇതാണ് കടയ്ക്കൽ ഇപ്പോൾ
നിലവിൽ 3 സീറ്റ് LDF-നും 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും 1 സീറ്റ് BJP-ക്കും എന്നുള്ള നിലയിലേക്കാണ് വരുന്നത്. UDF-ന് ഇതുവരെയും 1 സീറ്റും കടക്കിൽ പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 6-ാം വാർഡിലെ EVM മെഷീൻ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. കൗണ്ടിംഗ് ഏജന്റ് കൗണ്ടിംഗ് ഹാൾ നമ്പർ 62ലേക്ക് വരേണ്ടതാണ്. ഇളമാട് പഞ്ചായത്തിലെ വാർഡ് നമ്പർ 8 കൗണ്ടിംഗ് ഏജന്റ് കൗണ്ടിംഗ് ഹാളിലേക്ക് വരേണ്ടതാണ്. EVM മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ കോട്ടപ്പുറത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന വാർത്തയിൽ കടക്കൽ പഞ്ചായത്തിലെ 6 വാർഡുകൾ എന്ന് തീരുമ്പോൾ കടക്കൽ പഞ്ചായത്തിലെ വാർഡുകൾ എന്ന് തീരുമ്പോൾ അതിൽ LDF BJP പാർട്ടിയുള്ള നിലനിർത്തിയിരിക്കുന്നത് UDF വിജയിച്ചിട്ടില്ല എന്നുള്ള പഞ്ചായത്തിൽ എന്ന് പറയുന്നത് 3 UDF 3 LDF എന്ന നിലയിൽ എന്നൊക്കെ പറയാം. എന്നാൽ ചിത്ര പഞ്ചായത്തിൽ BJP വിജയിച്ചിട്ടുള്ള ഒരു കഴിഞ്ഞ നാളുകളിൽ BJP ഭരിക്കുന്ന 2 വാർഡുകൾ ഒരു വാർഡിൽ UDF ഒരു വാർഡിൽ LDF ഏറ്റവും വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത 7 മുതൽ 13 വരെയുള്ള വാർഡുകളുടെ പോസ്റ്റൽ വോട്ടുകൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അത് കഴിഞ്ഞ ദിവസമാണ് ഇളമാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലെ കൗണ്ടിംഗ് ഏജന്റ്സ് പോസ്റ്റൽ ബാനർ കൗണ്ട് ചെയ്യുന്നതിലേക്കായി കൗണ്ടിംഗ് ഹാൾ നമ്പർ 62ലേക്ക് വരേണ്ടതാണ്. മുക്കുന്ന വാർഡിൽ നിന്ന് ഫലമറിഞ്ഞ 4 സീറ്റുകളിൽ 2 സീറ്റ് LDF-നും 2 സീറ്റ് UDF-നുമാണ് ലഭിച്ചിരിക്കുന്നത്. ആനപ്പാറയും ഈയക്കോടും LDF കരസ്ഥമാക്കിയപ്പോൾ പുല്ലുപണയും മുക്കുന്നവുമാണ് ഇപ്പോൾ UDF കരസ്ഥമാക്കിയിരിക്കുന്നത്. കുമ്മൾ ഗ്രാമപഞ്ചായത്ത് ബാറ്ററിയാ നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിലെ ഫലം വരുമ്പോൾ 6 UDF കരസ്ഥമാക്കിയിരിക്കുന്നു. ഒന്ന് എലിക്കുന്നാമുകളിൽ UDF ജയിച്ചു, വലിയ വഴി UDF ജയിച്ചു, നെടുമ്പച്ച UDF ജയിച്ചു, മുളയിൽ കോണം UDF ജയിച്ചു, മുരുക്കുമൺ UDF ജയിച്ചു, കോളേജ് വാർഡ് UDF ജയിച്ചു. ആദ്യത്തെ 6 ഫലം വരുമ്പോൾ 6 ഫലങ്ങളും നിലമേൽ UDF-ന് അനുകൂലമായി നിൽക്കുന്നു. 6 നീ ഓഫീസ് വെച്ചത് സൗണ്ട് ഓഫ് ചെയ്തു അല്ലാതെ വരുമ്പോഴേ വരുമല്ലോ. ഇളമാട് വന്നില്ല.
നീ ഹലോ ഹലോ BJP എല്ലാം LDF ആണ്. കാർഡ് എടുത്തോളേ കാർഡ് പാർട്ടിക്കാർഡ് വിളിച്ചോളൂ. ചേച്ചി അല്ലല്ല അല്ലല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ചിത്ര പഞ്ചായത്തിൽ മുള്ളിക്കാട് വാർഡിൽ LDF വാർത്ത മുള്ളിക്കാട് വാർഡിൽ LDF ജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ LDF സീറ്റായിരുന്നു. LDF ചിത്ര പഞ്ചായത്തിലെ മുള്ളിക്കാട് വാർഡിൽ വലിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഓരോ വാർഡിലെയും 2 പോലീസ് സ്റ്റേഷനിലെ പാക്കറ്റ് വണ്ടികളെടുത്ത് ബ്രൗൺ പേപ്പർ വെച്ച് പൊതിഞ്ഞ് വെച്ച് കെട്ടി സീൽ ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പാക്കറ്റ് 2 പോലീസ് സ്റ്റേഷനിലെ രണ്ടാമത്തെ പാക്കറ്റ് എടുത്ത് വെച്ച് കെട്ടി സീൽ ചെയ്യണം. പേപ്പറിൽ പൊതിഞ്ഞ് സീൽ ചെയ്യണം. അത് പുറത്ത് പോലീസ് സ്റ്റേഷൻ നമ്പർ വാർഡ് നമ്പർ എഴുതണം. ആ രീതിയിൽ പാക്കേജിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ജീവനക്കാർ പാക്കിംഗ് ആരംഭിക്കേണ്ടതാണ്. കുമൾ ഗ്രാമപഞ്ചായത്ത് 5-1 ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് 12 സീറ്റുകളുടെ ഫലം പുറത്തു വരുമ്പോൾ അതിൽ UDFന് 7 സീറ്റും LDFന് 5 സീറ്റും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വരുന്നത്. ഐരക്കുഴി LDF ജയിച്ചിരിക്കുന്നു, ചിതറ UDF ജയിച്ചിരിക്കുന്നു, വേങ്കോട് LDF ജയിച്ചിരിക്കുന്നു, മണ്ണറക്കോട് UDF ജയിച്ചിരിക്കുന്നു, വളവുപച്ച LDF വിജയിച്ചിരിക്കുന്നു, അരിപ്പ UDF വിജയിച്ചിരിക്കുന്നു, കാററ UDF ജയിച്ചിരിക്കുന്നു, മടത്തറ UDF ജയിച്ചിരിക്കുന്നു, മുള്ളിക്കാട് LDF ജയിച്ചിരിക്കുന്നു, കൊല്ലായിൽ UDF ജയിച്ചിരിക്കുന്നു, സത്യമംഗലം LDF ജയിച്ചിരിക്കുന്നു, ചക്കമല UDF ജയിച്ചിരിക്കുന്നു. ഇത്രയും സീറ്റുകളാണ് ചിതറയിൽ നിന്ന് വരുന്ന ഫലം. ചിതറയിൽ 12 സീറ്റിന്റെ ഫലം വരുമ്പോൾ 7 സീറ്റ് UDFനും 5 സീറ്റ് LDFനും എന്ന നിലയിലാണ് ഇപ്പോൾ വിവരം പുറത്തു വരുന്നത്. പിടിയുടെ ഫോട്ടോ നിന്ന് ഇതിലേ ഒരു സംശയം, ഇതിൽ UDF ഏത് LDF ഏത് എഴുതിയിരിക്കുന്നത് വായിക്കാൻ വയ്യാനൊക്കെ അകത്തെ D നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞുതരാം, കേക്ക്. ഐരക്കുഴി LDF, ചിതറ UDF, വേങ്കോട് LDF, മണ്ണറക്കോട് UDF, വളവുവച്ച LDF, അരിപ്പൽ UDF, കാററ UDF, മടത്തറ UDF, മുള്ളിക്കാട് LDF, കൊല്ലായിൽ UDF, സത്യമംഗലം LDF, ചക്കമല UDF. ഇതാണ് ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഫലം വന്നിരിക്കുന്നത്. ഫോട്ടോ എടുത്താ വാർഡിലൊക്കെ സ്ഥാനാർത്ഥികളാരും വന്നില്ല. ഫലങ്ങൾ വരുന്നതനുസരിച്ച് UDFന്റെ ഒരു തരംഗം തന്നെയാണ് ചിതറ ഗ്രാമപഞ്ചായത്ത്. സത്യമംഗലം LDF, മണത്തറ UDF,
6 LDF ചെയ്തിരിക്കുന്നു. 7 സീറ്റ് UDF അവരുടെ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ LDF 5 സീറ്റിലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് ചിത്ര പഞ്ചായത്തിൽ നിന്നുള്ള ലേറ്റസ്റ്റ് വാർത്ത. ഏകദേശം സത്യമംഗലം LDF നിലനിൽക്കുന്നു, ചക്കമല UDF പിടിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ് വരുന്നത്. വലിയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. ചിത്ര പഞ്ചായത്തിൽ 7ലേക്ക് കുതിക്കുന്നു UDF, 5ലേക്ക് LDF എന്നുള്ള വാർത്തയാണ് വരുന്നത്. ആറാം വാർഡ് പുതുശ്ശേരി വാർഡിന്റെ പോസ്റ്റർമാർക്കാണ് 16. ചിതറ ഗ്രാമപഞ്ചായത്തിൽ UDFന്റെ ഒരു തേരോട്ടമാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. UDF 7, LDF 5 എന്ന നിലയിലാണ് ഇപ്പോൾ റിസൾട്ടുകൾ പുറത്തു വരുന്നത്. ഭരണവികാരം ഉണ്ട് എന്നുള്ളൊരു റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചിത്ര ബ്ലോക്ക് ഡിവിഷനിൽ അരുൺകുമാർ വിജയിച്ചിരിക്കുന്നു. ചിത്ര ബ്ലോക്ക് ഡിവിഷനിൽ അരുൺകുമാർ വിജയിച്ചിരിക്കുന്നു. LDFനെയും UDFനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ചിത്ര ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് അരുൺകുമാറാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ചിതറയിലെ ഫലമറിഞ്ഞ സീറ്റുകളിൽ ഭൂരിപക്ഷവും UDF മേൽക്കോയ്മ തന്നെയാണ്. UDF വിജയത്തിലേക്കാണ് പോകുന്നത്. ബ്ലോക്ക് ഡിവിഷനിൽ ആദ്യം ഫലം വന്ന ബ്ലോക്ക് ഡിവിഷൻ UDF പിടിച്ചിരിക്കുന്നു, അരുൺകുമാർ പിടിച്ചിരിക്കുന്നു. ഞാൻ വിളനല്ലൂർ പഞ്ചായത്തിലെ മോട്ടോർ എന്ന വാർഡിൽ നിന്ന് മത്സരിച്ച LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ആ മോട്ടോർ എന്ന വാർഡിലെ നിലവിലെ UDFന്റെ സീറ്റായിരുന്നു. അത് ഇപ്പോൾ LDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. LDFന് വമ്പിച്ച വിജയം നൽകിയ മുഴുവൻ വോട്ടർമാരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അഭിവാദ്യം. ചിതറ പഞ്ചായത്തിൽ വരുന്ന വലിയ വാർത്ത, ചിതറ പഞ്ചായത്ത് ചിതറ ഡിവിഷനിൽ വളരെ ശക്തമായ മത്സരം നടന്ന ചിതറ ഡിവിഷനിൽ അരുൺകുമാർ, UDFന്റെ അരുൺകുമാർ കഴിഞ്ഞ വർഷം മധുര ഡിവിഷനിൽ നിന്ന് വിജയിച്ച അരുൺകുമാർ 20 വോട്ടിന് വിജയിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. ചിതറ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച 3 LDFന്റെയും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി 20 വോട്ടിന് അരുൺകുമാർ ഡിവിഷൻ നിലനിർത്തിയിരിക്കുന്നു വലിയ വാർത്തയാണ്. ഷാനാസ് പഞ്ചായത്തിലെ 9ാം വാർഡിലെ ഇന്ത്യൻ മെഷീൻ കൗണ്ട് ചെയ്യുന്നതിലേക്കായി കൗണ്ടിംഗ് ഏജന്റ് ഉടനടി തന്നെ കൗണ്ടിംഗ് ഹാൾ നമ്പർ 62ലേക്ക് വരേണ്ടതാണ്. ബൈക്ക് ഓപ്പറേറ്ററുടെ ശ്രദ്ധയ്ക്ക്
ബ്ലോക്ക് പഞ്ചായത്ത് ആളുടെ ഡൈസിലെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. എത്രയും വേഗം അതൊന്ന് ശരിയാക്കേണ്ടതാണ്. മൈക്ക് ഓപ്പറേറ്ററുടെ ശ്രദ്ധയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ആളുടെ ഡൈസിലെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. വിജയിച്ച മുല്ലശ്ശേരി നജീം, നാണൂർ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മുല്ലശ്ശേരി നജീം നമ്മളോട് മൂന്നാം സ്ഥാനത്ത് മടത്തറ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പരാജയപ്പെട്ടത്. നാണൂർ മുല്ലശ്ശേരി നജീം 400 വോട്ടിന് മേളിലുണ്ട്. അത് മൊത്തം കണക്ക് അനാലിസിസ് വന്നിട്ടില്ല. ഭൂരിപക്ഷം മൊത്തത്തിൽ വരണം. 400 വോട്ടിന് മേളിലുണ്ടെന്നാലും ഭൂരിപക്ഷം മൊത്തത്തിൽ ഞാൻ എൻ്റെ അനിയൻ ഇറങ്ങിപ്പോയി. എന്ത് തോന്നുന്നു വിജയിച്ചു? വിജയം 10-30 വർഷമായിട്ട് അവിടെ സജീവമായിട്ട് ആ വാർഡിലുള്ള സജീവ പ്രവർത്തകനാണ്. ആ വാർഡിലെ വോട്ടർമാർ ഞാൻ മാത്രമായിട്ട് സ്ഥാനാർത്ഥി. പിന്നെ SDPI കരിയർ വോട്ട് പിടിച്ചില്ല. LDFിനും CPMന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. കാരണം നാട്ടിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ചിതറ ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ളൊരു വികാരമാണ്. കാരണം പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തോപ്പിച്ചു എന്നുള്ളത് ഒരു ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ളൊരു വികാരമാണ്. UDFിന്റെ ഒരു തരംഗമാണ് ഉള്ളത് നിലവിലുള്ളത്. ഇതാണ് പറയാനുള്ളത്. അത് തന്നെയാണ് പറയാനുള്ളത്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മടത്തറ വാർഡിൽ നിന്നും മത്സരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. നജീം മുല്ലശ്ശേരിയാണ് അവിടെ നിന്ന് വിജയിച്ചിരിക്കുന്നത്. മടത്തറ വാർഡിൽ നിന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. അവിടെ UDFിന്റെ മുല്ലശ്ശേരി നജീമാണ് വിജയിച്ചിരിക്കുന്നത്. മടത്തറ വാർഡിൽ നിന്നും ജനവിധി നേടിയ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഭരണവികാരമാണ് ഇതിനെല്ലാം കാരണമെന്ന് വിജയിച്ച സ്ഥാനാർത്ഥി പറയുകയാണ്. ഏത് വാർഡിലാണ്? BJP സാർ നിലമേലല്ലേ? BJP ആണ്. നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൽ കണ്ണങ്കോട് വാർഡിൽ നമ്മുടെ 27 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ചടയമംഗലം പഞ്ചായത്തിൽ ഇത്രയും നല്ല രീതിയിൽ ഒരു വിജയം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച സമയത്ത് തന്നെ അവിടെ വിജയം സുനിശ്ചിതമായിട്ട് നമ്മൾ നിശ്ചയിച്ചതാണ്. കാരണം അത്രത്തോളം നല്ല അവിടെയുള്ള പ്രവർത്തകർ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് എന്നെ നേരിട്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇൻചാർജായിട്ട് നിയമിച്ചത്. അത് അവരൊക്കെ ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു അവിടെ വിജയിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ അവരവിടുത്തെ തെരഞ്ഞെടുപ്പ് ചാർജായിട്ട് നിയമിക്കുകയും അത് ശക്തമായ രീതിയിൽ ആ വിജയം നമ്മൾ നേടിയെടുക്കുകയും. കണ്ണങ്കോട് വാർഡിലെ ജനങ്ങളുടെ വിജയമാണ്. ആദ്യം മുതലേ തന്നെ നമ്മൾ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാ ജനങ്ങളും നമ്മൾ ജയിച്ചു വരണം എന്നൊരു അനുകൂല നിലപാടെടുത്തിരുന്നു. അതനുസരിച്ച് അവർ വോട്ട് ചെയ്യുകയും വിജയിക്കുകയും ചെയ്തത് ആ ജനങ്ങളുടെ ഒന്നാകെയുള്ള വിജയമാണ്. എല്ലാവർക്കും വിതരണത്തിൽ നന്ദി പറയുന്നു. നമസ്കാരം. BJP സാർ
സത്യമംഗലം 2 സ്ഥാനാർത്ഥികൾ പുള്ളിക്കാട് വിജയിച്ച സ്ഥാനാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് വിജയം? നമ്മൾ പ്രതീക്ഷിച്ചതിനും എൻ്റെ ജനങ്ങൾ എനിക്ക് വേണ്ടി, എൻ്റെ വാർഡിലെ ജനങ്ങളെല്ലാം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും ഇതാണ് ഈ വിജയം എനിക്ക് തന്നെ. ശക്തമായ മത്സരമാണ് മുള്ളിക്കാട് നടന്നത്. ശക്തമായ മത്സരമായിരുന്നു. ആ മുള്ളിക്കാട് വിജയിക്കുമ്പോൾ ആരോട് നന്ദി പറയുന്നു കൂടുതൽ? ആദ്യം പറയേണ്ടത് എൻ്റെ വാർഡിലെ ജനങ്ങളോട് തന്നെയാണ്. അവർ തന്നെയാണ് എന്നെ ഇത് കൊണ്ടുവന്നത്. അവർക്ക് വേണ്ടി ഞാൻ 1000 നന്ദി, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. എൻ്റെ ജനങ്ങൾക്കൊപ്പം എന്നും ഞാൻ കാണുമെന്നുള്ളതിൻ്റെ ഉറപ്പും കൂടിയാണ്. എന്തായാലും വാർഡിനെ തിരിച്ച് വീണ്ടും പിടിച്ചിരിക്കുകയാണ്. എന്താണ് സന്തോഷം? 15 വർഷക്കാലത്തെ നമ്മുടെ വാർഡിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇതിനെയും ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വർഗീയതയെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നമ്മുടെ വാർഡിലാകെ വളരെ വ്യാപിച്ചു വരുന്നൊരു സ്ഥിതിയായിരുന്നു സംജാതമായിരുന്നത്. അതിനെല്ലാം തകർക്കുന്നതിനും തച്ചുടയ്ക്കുന്നതിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രീതി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളോടൊപ്പം ചേരാൻ പോകുന്ന കാറിന്റെ വാർഡ് അസ്ലം, എങ്ങനെയുണ്ട് വിജയം? മാന്യമായ ഒരു വിജയം കിട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഇടതുപക്ഷം എനിക്ക് അവിടെ ഫീൽഡിൽ ഇറങ്ങാൻ തന്നെ യഥാർത്ഥത്തിൽ പറ്റിയിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പണിയും അങ്ങനെ വല്ലാത്തൊരവസ്ഥ. ഇപ്പം തന്നെ എൻ്റെ തൊണ്ടടച്ചിരിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലായിരുന്നിട്ട് കൂടി അവിടെ കുറേ തിരിമറികളൊക്കെ നടന്നു എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞ് ആവശ്യമില്ലാത്ത ആരോപണങ്ങളുമായിട്ട് നുണപ്രചരണങ്ങളൊക്കെ നടന്നെങ്കിലും എൻ്റെ നാട്ടിലെ എൻ്റെ ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. ഞാൻ അവരോടൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇപ്പോഴും എന്നാലും മാന്യമായ ഒരു ഭൂരിപക്ഷമാണ്. കാരണം ഒരു ഇടതുപക്ഷത്തിൻ്റെ കോട്ടയെന്ന് ചിത്ര പഞ്ചായത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന കാറിന്റെ വാർഡിൽ എനിക്ക് 221 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ അറിഞ്ഞിടത്തോളം 12 വാർഡുകളിൽ 7 വാർഡുകളിൽ വ്യക്തമായ ആധിപത്യത്തിലൂടെ UDF നല്ല മേൽക്കൈയോട്ട് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിത്ര ഒരു കണക്കൂട്ടൽ വെച്ച് ബാക്കിയുള്ള ടേബിളുകളും എണ്ണപ്പോൾ ചിത്ര ഗ്രാമപഞ്ചായത്ത് ഇത്തവണ UDF ഭരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാം. പ്രസിഡന്റ് തന്നെ തോൽപ്പിച്ചെന്ന് പറയുന്നത് പ്രസിഡന്റ് തന്നെ തോറ്റുപോയെന്ന്. പ്രസിഡന്റ് ഏകദേശം അറിയാൻ പറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് 4ാം സ്ഥാനത്തേക്ക് വന്നെന്നും അവിടെ UDFന്റെ സ്ഥാനാർത്ഥി വലിയൊരു മികച്ച വിജയം കൈവരിച്ചതായിട്ടാണ് അറിയുന്നത്. ഈ വിജയം എൻ്റെ നാട്ടിലെ സാധാരണ ജനങ്ങൾ എനിക്ക് വേണ്ടി രാവകലില്ലാതെ കഷ്ടപ്പെട്ട ഊണ് ഉറക്കം കഴിഞ്ഞ് എനിക്ക് ഫീൽഡിൽ നിലനിൽക്കാൻ കഴിയാത്ത സമയങ്ങളിലും എന്നെ നെഞ്ചോട് ചേർത്തോട്ടൊരു കൂടപ്പറപ്പിനെ പോലെ കൂടെ കൊണ്ടു നടന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ശരി, താങ്ക് യു. അയ്യോ സോറി, 100 220. മടത്രയിലെ ഫലം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫലമാണ്. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് LDFിലെ CPIയിലെ മടത്രയിൽ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ 2ാം സ്ഥാനത്ത് വന്നത് SDPI ആണ്. 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. SDPIക്ക് 234 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UDFന് 625 വോട്ട് ലഭിച്ചിരിക്കുന്നു. അതുപോലെ മടത്ര അനിൽ ലഭിച്ച വോട്ട് 139 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ 391 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആണ് ഇപ്പോൾ മുല്ലശ്ശേരി നജീം മടത്രയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത്. മടത്ര അനിൽ നല്ലൊരു പരാജയമാണ്. 3ാം സ്ഥാനത്തേക്കാണ് CPI സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്കാണ് അവിടെ മടത്രയിൽ പോയിരിക്കുന്നത് എന്ന വിവരമാണ് പുതിയതായി പുറത്തു വരുന്നത്. അവിടെ SDPI ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 234 വോട്ടാണ് മടത്രയിൽ പോയിരിക്കുന്നത്.